എല്ലാവർക്കും നമസ്കാരം. ഈ ലേണിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫയർമാൻ ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. ഗുഡ് സമാരിറ്റനെ പറ്റി നമ്മുടെ സിലബസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് സമാരിറ്റന്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങളെ പറ്റി പറയുന്നില്ല. നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കാം. കേന്ദ്ര മോട്ടോർ വാഹന നിയമം, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ ചട്ടം 168 പ്രകാരം ഗുഡ് സമാരിറ്റന് നിയമപരമായ സംരക്ഷണം നൽകുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ഇത്രയേ ഉള്ളൂ ചോദ്യം. റൂൾ നമ്പർ 168 കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ റൂൾ നമ്പർ 168 ഗുഡ് സമാരിറ്റന്റെ സംരക്ഷണം, റൈറ്റ്സ് ഓഫ് ഗുഡ് സമാരിറ്റൻ എന്നൊരു ഭാഗമുണ്ട്. അപ്പോ അതിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, അപകട കേസുകളിൽ സാക്ഷികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, റോഡ് അപകടങ്ങൾക്ക് ശേഷം ചികിത്സ വൈകുന്നത് ഒഴിവാക്കുക, പോലീസ് അന്വേഷണ നടപടികൾ ലളിതമാക്കുക, ആശുപത്രികളുടെ ഉത്തരവാദിത്തം കുറയ്ക്കുക. ഈ നിയമം നടപ്പിലാക്കുന്നതിന്റെ അല്ലെങ്കിൽ വേണം എന്ന് പറയുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ്. ഗുഡ് സമാരിറ്റനെ പറ്റി നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഗുഡ് സമാരിറ്റന്റെ അവകാശങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തി ഗുഡ് സമാരിറ്റൻ ആയി കഴിഞ്ഞാൽ അയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ നിയമ നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആരും റോഡ് അപകടങ്ങളിൽ പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരില്ല, അതിനവർ മടിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് ഗുഡ് സമാരിറ്റന്റെ അവകാശങ്ങളെ പറ്റിയും സംരക്ഷണങ്ങളെ പറ്റിയും കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ റൂൾ നമ്പർ 168 വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോ നമ്മുടെ ഉത്തരം എന്താണെന്ന് നോക്കിക്കേ. റോഡ് അപകടങ്ങൾക്ക് ശേഷം ചികിത്സ വൈകുന്നത് ഒഴിവാക്കുക. ഒരു വ്യക്തി അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തി അയാളെ സഹായിക്കണം. അങ്ങനെ സഹായിക്കുവാനായിട്ട് വരുന്ന വ്യക്തിയാണ് ഗുഡ് സമാരിറ്റൻ എന്ന് പറയുന്നത്. സഹായിക്കുവാൻ വരുന്ന വ്യക്തിയെ നിയമത്തിന്റെ നൂലാമാലകളിൽ പെടുത്തി ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആരും അങ്ങനെ റോഡ് അപകടങ്ങളിൽ പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരത്തില്ല. ആ ഒരു സാഹചര്യം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഗുഡ് സമാരിറ്റന്റെ സംരക്ഷണത്തെ പറ്റിയിട്ട് പറയുന്ന പ്രധാനപ്പെട്ട ഉദ്ദേശം, അതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. റോഡ് അപകടങ്ങൾക്ക് ശേഷം ചികിത്സ വൈകുന്നത് ഒഴിവാക്കുക. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കുക. ഒരു ഗുഡ് സമാരിറ്റൻ മൊഴി നൽകാൻ തയ്യാറാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എത്താൻ വിസമ്മതിക്കുന്നു. CMVR ചട്ടം 169 പ്രകാരം പോലീസ് സ്വീകരിക്കേണ്ട ശരിയായ നടപടിയേത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ റൂൾ നമ്പർ 169 എക്സാമിനേഷൻ ഓഫ് ഗുഡ് സമാരിറ്റൻ അഥവാ ഗുഡ് സമാരിറ്റനായ ഒരു വ്യക്തിയെ എങ്ങനെയാണ് വിസ്തരിക്കേണ്ടത് എന്ന് 169 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു വ്യക്തിക്ക് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകുവാൻ കഴിയുന്നില്ല, അയാൾ വിസമ്മതിക്കുന്നുവെങ്കിൽ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഓർത്തോണം, അയാൾ ഗുഡ് സമാരിറ്റൻ ആണ്. ഗുഡ് സമാരിറ്റനായ ഒരു വ്യക്തിക്ക് അപകടത്തെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ സ്റ്റേഷനിൽ വന്നു പറയുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലീസ് എന്ത് ചെയ്യണം? വീഡിയോ കോൺഫറൻസിംഗ് പോലെയുള്ള സംവിധാനം ഉപയോഗിക്കണം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മുടെ ഉത്തരം അങ്ങനെയാണെന്ന് എന്ത് വരും? വീഡിയോ കോൺഫറൻസിംഗ് പോലെയുള്ള മാർഗം സ്വീകരിക്കുക. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അയാൾക്ക് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ താമസ സ്ഥലത്തോ ജോലി സ്ഥലത്തോ പോയി പോലീസിന് വേണമെങ്കിൽ എൻക്വയറി നടത്താം. അതുമല്ലെങ്കിലോ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എൻക്വയറി നടത്താം. പോലീസ് ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകുന്ന സമയത്ത് യാതൊരു കാരണവശാലും യൂണിഫോം ധരിക്കുവാൻ പാടില്ല എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കിക്കേ, മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ. ചട്ടം 168 3 പ്രകാരം ആശുപത്രികളിൽ ഗുഡ് സമാരിറ്റൻ അവകാശങ്ങൾ പ്രദർശിപ്പിക്കേണ്ടത് 3 ഭാഷകളിൽ എന്ന വ്യവസ്ഥയുടെ നിയമപരമായ കാരണം ഏത്? അതായത് ഗുഡ് സമാരിറ്റനുമായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങൾ ആശുപത്രികളിലെ പ്രധാന കവാടങ്ങളിലും എല്ലാവർക്കും കാണുവാൻ കഴിയുന്ന സ്ഥലത്തിലും അതുപോലെ തന്നെ ആശുപത്രികളുടെ വെബ്സൈറ്റിലും 3 ഭാഷകളിൽ പ്രദർശിപ്പിക്കണം. ഏതൊക്കെയാണ് ആ 3 ഭാഷകൾ? ഹിന്ദി, ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷ. അപ്പൊ ഈ 3 ഭാഷകളിലും വളരെ വ്യക്തമായിട്ട് ഗുഡ് സമാരിറ്റനുമായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ പ്രദർശിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഭരണഘടന ആർട്ടിക്കിൾ 19 എല്ലാവർക്കും മനസ്സിലാകുന്ന വിധം ബോധവൽക്കരണം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശമനുസരിച്ച് കോടതി വിധി അനുസരിച്ച്. എന്താണ് ഉത്തരം എന്നറിയാമോ? ഓപ്ഷൻ ബി ആണ്. കാരണം ഒരു വ്യക്തി ഗുഡ് സമാരിറ്റനായി കഴിഞ്ഞാൽ അയാളുടെ അവകാശങ്ങളെ പറ്റി പൊതുജനത്തിന്, പബ്ലിക്കിന് ബോധം ഉണ്ടെങ്കിൽ മാത്രമേ, പബ്ലിക് ബോധവാന്മാരായെങ്കിൽ മാത്രമേ കൂടുതൽ ആൾക്കാർ ഗുഡ് സമാരിറ്റനായി മുന്നോട്ട് വരാൻ തയ്യാറാവുകയുള്ളൂ. അഥവാ അപകടത്തിൽ പെട്ടുകിടക്കുന്ന മറ്റുള്ളവരെ സഹായിക്കുവാൻ
തയ്യാറായി വരികയുള്ളൂ. തങ്ങൾക്ക് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് വ്യക്തമായിട്ടുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ മുന്നിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോ നമ്മുടെ ഉത്തരം എന്താണ്? എല്ലാവർക്കും മനസ്സിലാകുന്ന വിധം ബോധവൽക്കരണം ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ടാണ് 3 ഭാഷകളിൽ വളരെ വ്യക്തമായിട്ട് ഗുഡ് സമാരിറ്റന്റെ അവകാശത്തെ പറ്റിയും സംരക്ഷണത്തെ പറ്റിയും പ്രദർശിപ്പിക്കണം എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം നോക്കുകയും, ഗുഡ് സമാരിറ്റൻ ഒരു സർക്കാർ ജീവനക്കാരനായാൽ പരിക്കേറ്റ ആളെ ആശുപത്രി എത്തിച്ചതിനാൽ സേവന നിയമപ്രകാരം ലഭിക്കുന്ന ആനുകൂല്യം. നിങ്ങൾ ഒരു സർക്കാർ ജോലിക്കാരനാണ്. നിങ്ങൾ ജോലിക്ക് പോകുന്ന വഴിയിൽ ഒരു അപകടം നടന്നതായി കാണുന്നു. അപകടത്തിൽപ്പെട്ട വ്യക്തിയെ ആശുപത്രിയിൽ എത്തിച്ച് നിങ്ങൾ ഗുഡ് സമാരിറ്റനായി മാറുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായി ലഭിക്കുന്ന ആനുകൂല്യം എന്താണ് എന്ന് നോക്കിയേ. അധിക അവധി, ശമ്പള വർധന, ആ സമയം ഔദ്യോഗിക ഡ്യൂട്ടിയെ കണക്കാക്കും, പ്രമോഷനിൽ മുൻഗണന. ഉത്തരം എന്താണെന്നറിയാമോ? ആ സമയം ഔദ്യോഗിക ഡ്യൂട്ടിയായി കണക്കാക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് അപകടത്തിൽപ്പെട്ട ഒരാൾ കിടക്കുന്നു, അയാളെ നിങ്ങൾക്ക് സഹായിക്കേണ്ടുന്ന നിയമപരമായിട്ടുള്ള യാതൊരു ബാധ്യതയുമില്ല, അയാൾ നിങ്ങളുടെ ബന്ധുവല്ല, നിങ്ങളുടെ ജോലിയുടെ ഭാഗവുമല്ല. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അയാളെ വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു, അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടുന്ന നടപടിക്രമങ്ങൾ നിങ്ങൾ പാലിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് വേണ്ടി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ സംഭവിച്ച കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ അയാളെ ആശുപത്രിയിൽ എത്തിച്ച അത്രയും സമയം ഔദ്യോഗിക ഡ്യൂട്ടി ആയിട്ട് തന്നെ കണക്കാക്കുന്നതായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. 5ാമത്തെ ചോദ്യം, ഒരു ഗുഡ് സമരിറ്റൻ അപകടത്തിൽപ്പെട്ട ആളെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം വിവരങ്ങൾ നൽകാതെ പോയാൽ നിയമപരമായ നിലപാട് എന്ത്? ഒരു വ്യക്തി അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന മറ്റൊരു വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കുന്നു, അയാൾ ഗുഡ് സമാരിറ്റനാകുന്നു. പക്ഷേ അയാൾ തന്റെ വിവരങ്ങളോ അപകടവുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളോ യാതൊന്നും ഷെയർ ചെയ്യാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ സ്വീകരിക്കുവാൻ കഴിയുന്ന നിയമപരമായ നടപടി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്യണം, IPC പ്രകാരം കുറ്റകരമാണ്, നിയമപരമായി ശിക്ഷിക്കാനാവില്ല, കോടതിയിൽ ഹാജരാക്കേണ്ടതാണ്. എന്താണ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത്? അയാളെ നിയമപരമായി ശിക്ഷിക്കുവാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപകടത്തിൽ പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന മറ്റൊരു വ്യക്തിക്കെതിരെ യാതൊരു കാരണവശാലും നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കുവാൻ നിർബന്ധിക്കരുത്. അയാൾക്കെതിരെ നിയമപരമായ നടപടിക്രമങ്ങൾ എടുക്കുവാൻ സാധിക്കില്ല എന്നാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ചോദ്യം നോക്കിയേ. 6ാമത്തെ ചോദ്യം, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ ചട്ടം 169 പ്രകാരം ഗുഡ് സമരിറ്റന്റെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ മാന്യമായ പെരുമാറ്റം ഉറപ്പാക്കണമെന്ന് പറയുന്നതിന്റെ ശരിയായ വ്യാഖ്യാനം എന്താണ്? നോക്കുക, ഓപ്ഷൻസ് നോക്കിയേ. യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥൻ മാത്രം, ഒരിക്കൽ മാത്രമേ മൊഴിയെടുക്കാവൂ, ഭീഷണിയോ ബലപ്രയോഗമോ പാടില്ല, പോലീസ് സ്റ്റേഷനിൽ മാത്രം മൊഴിയെടുക്കുക. അപ്പൊ നോക്കിയേ, മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് വളരെ മാന്യമായ പെരുമാറ്റം ഉറപ്പാക്കണം എന്ന് വെച്ചാൽ മൊഴി നൽകുവാൻ വരുന്ന ആളെ ഭീഷണിപ്പെടുത്തുവാൻ പാടില്ല, അയാളുടെ ബലപ്രയോഗം നടത്തി മൊഴി രേഖപ്പെടുത്തുവാൻ പാടില്ല, സത്യം പറയുവാനായിട്ട് അയാളെ ബുദ്ധിമുട്ടിക്കുവാനൊന്നും പാടില്ല എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. ഗുഡ് സമാരിറ്റനായ വ്യക്തിയോട് ഭീഷണിയോ ബലപ്രയോഗമോ നടത്തി മൊഴി രേഖപ്പെടുത്തുവാൻ പാടില്ല എന്നുള്ളതാണ് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ റൂൾ നമ്പർ 169 പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. സെക്ഷൻ 207 പ്രകാരം ഒരു ഡ്രൈവറുടെ രേഖകൾ പിടിച്ചെടുക്കുവാൻ ഉദ്യോഗസ്ഥന് റീസൺ ടു ബിലീവ് ഉണ്ടായിരിക്കണം. റീസൺ ടു ബിലീവ്, വിശ്വസിക്കുവാൻ യോഗ്യമായ കാരണങ്ങൾ, അതാണ് റീസൺ ടു ബിലീവ് എന്ന് പറയുന്നത്. വിശ്വസിക്കുവാൻ യോഗ്യമായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. ഇതിന്റെ നിയമപരമായ അർത്ഥം എന്ത്? നമുക്കറിയാം, മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 206 എന്ന് പറയുന്നത് വാഹനവുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുക്കുന്നതിനെയാണ് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 206 പറയുന്നത്. അപ്രകാരം പിടിച്ചെടുക്കണമെങ്കിൽ റീസൺ ടു ബിലീവ്, ആ ഉദ്യോഗസ്ഥന് വിശ്വസിക്കുവാൻ യോഗ്യമായ കാരണങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. അതിന്റെ നിയമപരമായ അർത്ഥം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയേ. ഉദ്യോഗസ്ഥന്റെ വ്യക്തിപരമായ സംശയം, പൊതുജന പരാതി, സാഹചര്യ തെളിവുകളിൽ നിന്നുള്ള യുക്തിപരമായ ബോധ്യം, മുതിർന്ന ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശം. ഓപ്ഷൻ, നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. സാഹചര്യ തെളിവുകളിൽ നിന്നുള്ള യുക്തിപരമായ ബോധ്യമുണ്ടായിരിക്കണം. ഇതിനെയാണ് നമ്മൾ റീസൺ ടു ബിലീവ് എന്ന് പറയുന്നത്.
അപ്പോ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 206 അനുസരിച്ച് ഒരു വാഹനവുമായിട്ട് ബന്ധപ്പെട്ട രേഖകളിൽ വ്യാജമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ രേഖകൾ പിടിച്ചെടുക്കുവാനായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് അനുവാദമുണ്ടായിരിക്കുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. രേഖകൾ വ്യാജമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിടിച്ചെടുക്കാം. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 206. അതില് റീസൺ ടു ബിലീവ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിശ്വസിക്കുവാൻ യോഗ്യമായിട്ടുള്ള കാരണം. നമ്മുടെ ഉത്തരം വരുന്നത് സാഹചര്യ തെളിവുകളിൽ നിന്നുള്ള യുക്തിപരമായിട്ടുള്ള ബോധ്യമാണ് ഉത്തരമായി വരുന്നത്. 8ാമത്തെ ചോദ്യം നോക്കിയേ. സെക്ഷൻ 206 4 പ്രകാരം പിടിച്ചെടുത്ത ഡ്രൈവിംഗ് ലൈസൻസ് കൈമാറേണ്ടത് ഏത് അതോറിറ്റിക്കാണ്? അപ്പോ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 206 എന്ന് പറയുന്നത് രേഖകൾ പിടിച്ചെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്രകാരം ലൈസൻസ് പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കാണ് കൈമാറേണ്ടത്? ലൈസൻസിങ് അതോറിറ്റിക്ക് കൈമാറണം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ലൈസൻസിങ് അതോറിറ്റിക്കാണ് രേഖകൾ കൈമാറേണ്ടുന്നത്. അടുത്തത് 9ാമത്തെ ചോദ്യം നോക്കിക്കേ. എം-പരിവാഹൻ പോലുള്ള ഡിജിറ്റൽ രേഖകൾ ഹാജരാക്കിയിട്ടും നിയമലംഘനം തെളിയുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 206 എങ്ങനെ പ്രയോഗിക്കും? രേഖകൾ പിടിച്ചെടുക്കാൻ കഴിയില്ല, ഡിജിറ്റൽ രേഖകൾ നിയമത്തിൽ ഉൾപ്പെടുന്നില്ല, ഡിജിറ്റൽ രേഖകളോടെയും നടപടി സ്വീകരിക്കാം, കേസ് രജിസ്റ്റർ ചെയ്യരുത്. നമുക്കറിയാം, നമ്മുടെ കയ്യില് രേഖകളുടെ ഫിസിക്കൽ കോപ്പികൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള കോപ്പികൾ മതി. എം-പരിവാഹനിലും ഡിജി ലോക്കറിലുമുള്ള ഡിജിറ്റൽ കോപ്പികൾ മതിയാകും. ഡിജിറ്റൽ രേഖകൾ ഹാജരാക്കിയാൽ മതിയാവും. പക്ഷേ അത്തരത്തിൽ ഡിജിറ്റൽ രേഖകൾ ഹാജരാക്കുന്ന സമയത്ത് നിയമപരമായി വാലിഡ് അല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ രേഖകൾ നമുക്ക് പിടിച്ചെടുക്കുവാൻ കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം എന്ത് വരുന്നു? ഡിജിറ്റൽ രേഖകളോടെയും നടപടികൾ സ്വീകരിക്കാം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഡിജിറ്റൽ രേഖകളോടെയും നടപടി സ്വീകരിക്കാം. അടുത്ത ചോദ്യം നോക്കിക്കേ. 10ാമത്തെ ചോദ്യം. സെക്ഷൻ 207 പ്രകാരം വാഹനം ഡീറ്റെയിൻ ചെയ്യുന്നതും സീസ് ചെയ്യുന്നതും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം എന്താണ്? നമ്മൾ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 207 വളരെ കൃത്യമായിട്ട് പഠിച്ചു. മോട്ടോർ വാഹനം പിടിച്ചെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. വ്യക്തമായ രേഖകളില്ലാതെയോ പെർമിറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അല്ലാതെയോ ഓവർലോഡ് കൂടിയോ ഒരു വാഹനം സർവീസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ വാഹനത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് പിടിച്ചെടുക്കാമെന്നാണ് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 207 നമ്മൾ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? സെക്ഷൻ 207 പ്രകാരം വാഹനം ഡീറ്റെയിൻ ചെയ്യുന്നതും സീസ് ചെയ്യുന്നതും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡീറ്റെയിൻ ചെയ്യുക, സീസ് ചെയ്യുക, ഈ രണ്ട് വാക്കുകളും നിയമത്തിൽ പറയുന്നുണ്ട്. അതിന്റെ വ്യത്യാസം എന്താണെന്ന് ഓപ്ഷനിലേക്ക് വന്നാൽ ഡീറ്റെയിൻ സ്ഥിരവും സീസ് താൽക്കാലികവും. സീസ് ചെയ്യുന്നത് കോടതിയുടെ അനുമതിയില്ലാതെ പറ്റില്ല. ഡീറ്റെയിൻ താൽക്കാലിക തടയലാണ്. സീസ് എന്ന് പറയുന്നത് ഫിസിക്കൽ കസ്റ്റഡിയാണ്. ഓപ്ഷൻ ഡി രണ്ടും ഒരേ അർത്ഥം. നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. വാഹനം ഡീറ്റെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ താൽക്കാലികമായി പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. വാഹനം ഡീറ്റെയിൻ എന്ന് വെച്ചാൽ താൽക്കാലികമായി തടയുക എന്നുള്ളതാണ്. സീസ് ചെയ്യുക എന്ന് വെച്ചാൽ വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയാണ്. വാഹനം അങ്ങനെ തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനെയാണ് സീസ് ചെയ്യുക എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നോക്കുകയും 11ാമത്തെ ചോദ്യം നോക്കുക. പെർമിറ്റ് ഇല്ലാതെ ഒരു സ്വകാര്യ വാഹനം കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് ഏത് നിയമലംഘനത്തിലാണ് ഉൾപ്പെടുന്നത്? നോക്കുക, മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 207 പറയുന്നു വാഹനത്തിന് വ്യക്തമായിട്ടുള്ള രേഖകളില്ലെന്നുണ്ടെങ്കിൽ വാഹനം കസ്റ്റഡിയിൽ എടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഒരു വാഹനത്തിന് പെർമിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പെർമിറ്റ് ഇല്ല എന്ന കാരണം കൊണ്ട് വാഹനം കസ്റ്റഡിയിൽ എടുക്കുവാൻ സാധിക്കും. പെർമിറ്റ് ഇല്ലാതെ ഒരു സ്വകാര്യ വാഹനമാണ്. അപ്പോ ഒരു സ്വകാര്യ വാഹനത്തിന് യാതൊരു കാരണവശാലും കൊമേഴ്ഷ്യൽ വാഹനമായിട്ട് യൂസ് ചെയ്യുവാൻ പറ്റില്ല. കൊമേഴ്ഷ്യൽ വാഹനമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് പെർമിറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു സ്വകാര്യ വാഹനം കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 207 അനുസരിച്ച് വാഹനം കസ്റ്റഡിയിൽ എടുക്കാവുന്നതാണ് എന്നുള്ളത് ഓർത്തോണം. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 207 പറയുന്നു വാഹനം ഓടിക്കുന്നതിന് വ്യക്തമായിട്ടുള്ള പെർമിറ്റ് ഇല്ലാതെ ഓവർലോഡിങ്ങോട് കൂടിയിട്ട് വ്യക്തമായിട്ടുള്ള രേഖകളില്ലാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ആ വാഹനം പിടിച്ചെടുക്കുവാൻ സാധിക്കും. ഇവിടെ വാഹനത്തിന് പെർമിറ്റ് ഇല്ല. പെർമിറ്റ് ഇല്ലാത്തത് കൊണ്ട് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 207 പ്രകാരം ആ വാഹനം നമുക്ക് കസ്റ്റഡിയിൽ എടുക്കാമെന്ന് ഓർത്തോളുക. അടുത്ത ചോദ്യം നോക്കിയേ. 12ാമത്തെ ചോദ്യം. ഓവർലോഡിംഗ് കാരണമായി സെക്ഷൻ 207 വാഹനം പിടിച്ചെടുത്താൽ വിട്ടു നൽകാനുള്ള നിർബന്ധിത വ്യവസ്ഥ എന്ത്? അപ്പോൾ ഒരു വാഹനത്തിൽ ഓവർലോഡിംഗ് ഉണ്ട് എന്ന് കണ്ടിട്ട് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 207 പ്രകാരം ആ വാഹനം പിടിച്ചെടുത്തിരിക്കുകയാണ്, കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. കസ്റ്റഡിയിൽ എടുത്ത വാഹനം വിട്ടുകൊടുക്കണമെങ്കിൽ എന്താണ് വ്യവസ്ഥ എന്ന് നോക്കിക്കേ. പിഴ അടച്ചാൽ മാത്രം, കോടതി ഉത്തരവ്, അമിതഭാരം പൂർണ്ണമായി ഇറക്കിയ ശേഷം, ലൈസൻസ് പുതുക്കിയ ശേഷം. കാണുമ്പോൾ തന്നെ ഈ ഓപ്ഷൻ അങ്ങ് വെട്ടിക്കളയാൻ പറ്റും. ഇനി ഓപ്ഷൻ സി നോക്കിക്കേ. അമിതഭാരം പൂർണ്ണമായി ഇറക്കിയ ശേഷം.
നമ്മൾ നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ടുകളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു വാഹനത്തിൽ അമിതഭാരം കയറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിഴയൊടുക്കണം. പിഴയൊടുക്കിയാൽ മാത്രം പോരാ, കയറ്റിയ അമിതഭാരം ഇറക്കി വെച്ചെങ്കിൽ മാത്രമേ തുടർന്ന് സർവീസ് നടത്തുവാൻ അനുവദിക്കുകയുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. അമിതഭാരം പൂർണ്ണമായി ഇറക്കിയെങ്കിൽ മാത്രമേ ആ വാഹനത്തിന് തുടർന്നും സർവീസ് നടത്തുവാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ പഠിച്ചത്. അടുത്തത് 13ാമത്തെ ചോദ്യം നോക്കിക്കേ. സെക്ഷൻ 207 നടപ്പിലാക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? പോലീസ് മാത്രം, മോട്ടോർ വാഹന വകുപ്പ് മാത്രം, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, മേൽപ്പറഞ്ഞവ ഒന്നുമല്ല. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 207 വാഹനം പിടിച്ചെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞിരുന്നു ഏതൊക്കെ സാഹചര്യത്തിലാണ് വാഹനം പിടിച്ചെടുക്കുന്നത്. ഒരു വാഹനത്തിന്റെ രേഖകൾ വ്യാജമാണെന്ന് വിശ്വസിക്കുവാൻ കാരണമുണ്ടെങ്കിൽ, പെർമിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, അമിതഭാരം കയറ്റുകയാണെന്നുണ്ടെങ്കിൽ വാഹനം നമുക്ക് പിടിച്ചെടുക്കുവാൻ സാധിക്കും. അതിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഉത്തരം എന്താണ്? പോലീസിന് പിടിച്ചെടുക്കാം, മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർക്കും പിടിച്ചെടുക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ്. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 206, 207 വകുപ്പുകൾ, 168, 169, കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂളിലെ 168, 169 വകുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് കവർ ചെയ്ത് തീർത്തിരിക്കണം. നന്നായിട്ട് വായിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുവാൻ പോകാവൂ. 14ാമത്തെ ചോദ്യം നോക്കിക്കേ. ഒരു വാഹനം നിയമപരമായ രേഖകളില്ലാതെ പൊതുജനങ്ങൾക്ക് അപകടം സൃഷ്ടിക്കുന്ന രീതിയിൽ ഓടുന്നുവെന്ന് ഉദ്യോഗസ്ഥന് ബോധ്യപ്പെട്ടാൽ ഏറ്റവും അനുയോജ്യമായ നടപടി മുന്നറിയിപ്പ് നൽകുക. സെക്ഷൻ 206 പ്രകാരം രേഖകൾ പിടിച്ചെടുക്കുക. സെക്ഷൻ 207 പ്രകാരം വാഹനം ഡീറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ സീസ് ചെയ്യുക, FIR രജിസ്റ്റർ ചെയ്യാതെ വിടുക. ഓപ്ഷൻ ഡി വെട്ടിക്കളഞ്ഞാൽ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 207 ആണ്. പൊതുജനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ ഒരു വാഹനം പബ്ലിക് റോഡിലൂടെ സർവീസ് നടത്തി കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 207 അനുസരിച്ച് ആ വാഹനം ഡീറ്റെയിൻ ചെയ്യുകയോ സീസ് ചെയ്യുകയോ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. 15ാമത്തെ ചോദ്യം ഒന്ന് നോക്കിക്കേ. ഗുഡ് സമാരിറ്റൻ നിയമങ്ങൾ നിലവിൽ വന്നതിലൂടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനമായ മാറ്റം ഏതാണ്? ഇതൊക്കെ ഇൻഡയറക്റ്റ് ചോദ്യമാണ്, പക്ഷേ വളരെ എളുപ്പമാണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അപകട കേസുകളുടെ എണ്ണം വർദ്ധിച്ചു, ആശുപത്രികളുടെ ചുമതല കുറച്ചു, അപകട സമയത്ത് ആളുകൾ സഹായിക്കുവാൻ മുന്നോട്ട് വരുന്നു, പോലീസ് അന്വേഷണങ്ങൾ പൂർണ്ണമായും ഒഴിവായി. നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. നോക്കിക്കേ, 15 ചോദ്യങ്ങൾ ഒരേ ഒരു സെക്ഷനിൽ നിന്ന് മാത്രം, ഒരേ ഒരു ഭാഗത്ത് നിന്ന് മാത്രം 15 ചോദ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നല്ല മാർക്ക് വാങ്ങിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്തുള്ള കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട്. പോലീസ് ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുന്നതാണ്. നിങ്ങൾക്ക് പോലീസ് ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് വേണ്ടതെങ്കിൽ ഈ ലേണിൽ ക്ലാസ്സുകൾ സജ്ജമാണ്. കൂടുതൽ ക്ലാസ്സുകൾക്കും കോഴ്സിനെ സംബന്ധിച്ച വിവരങ്ങൾക്കുമായിട്ട് നമ്മുടെ ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. എൻക്വയറി ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, മെസ്സേജുകൾ അയക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ലൊരു വിജയം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.